നേടിയ ആളുകൾക്ക് അവർ വല്ലാത്തൊരു ആകർഷണീയത, എല്ലാവരെയും അവര് തന്നിലേക്ക് ആകർഷിക്കുന്നതായിട്ട്, അങ്ങനത്തെ ഒരു സിദ്ധിവിശേഷം ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. എന്തായിരിക്കും ഇത് കാരണം? കാരണം ഇത്രയധികം ആളുകളെ സ്വാധീനിക്കാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം? അത് മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെ, സസ്യങ്ങളെ എല്ലാത്തിനെയും ആകർഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ല, കന്യാകുമാരിയിലെ മായിയമ്മ, രമണ മഹർഷി, ഇങ്ങനെയൊക്കെയുള്ള സിദ്ധന്മാര്, സിദ്ധി നേടിയിട്ടുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് എല്ലാ ജീവജാലങ്ങളും, ഇപ്പൊ മായിയമ്മയുടെയൊക്കെ കൂടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നൂറുകണക്കിനായിട്ടുള്ള നായ്ക്കൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. പശുക്കള്, നായ്ക്കള്, ഇങ്ങനെ എല്ലാ മൃഗങ്ങളും അവരിലേക്ക് അട്രാക്റ്റഡ് ആവും. ഇപ്പൊ നമ്മൾ ബുദ്ധന്റെ ഒരു കഥയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മതമിളകി വരുന്ന ഒരു ആന, അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു ശത്രു തന്നെയാണ്, ശത്രുവായി മാറിയിട്ടുള്ള ഒരു ബന്ധു അയക്കുന്നതാണ് മതമിളകിയ ആന. പക്ഷെ ആ മതമിളകിയ ആന വരുമ്പോ അടുത്തെത്തുമ്പോ, ബുദ്ധന്റെ അടുത്തെത്തുന്ന സമയത്ത് അത് അതിന്റെ ആ മതമിളകിയുള്ള സ്വഭാവം മാറുകയാണ്. അത് അങ്ങനെ സറണ്ടർ ആവുകയാണ്. ബുദ്ധന്റെ അടുത്ത് എത്തിയിട്ട് വന്ന് അവിടെ സറണ്ടർ ആവുകയാണ്. ബുദ്ധന്റെ കാലിൽ വണങ്ങുകയാണ്. അപ്പോ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും തന്നെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ഊർജ മണ്ഡലമാണ് ഈ സിദ്ധി നേടിയ ആളുകളുടെ അവർക്കുള്ളത്, അവരുടെ പരിസരത്തുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് സ്വാമി അയ്യപ്പന്റെ കഥയില് അയ്യപ്പൻ പുലിപ്പുറത്ത് പോയിട്ട് അല്ല പാലിന് വേണ്ടി കാട്ടിലേക്ക് പോയിട്ട്, പുലിപ്പാലിന് വേണ്ടി കാട്ടിലേക്ക് പോയിട്ട് ഒരു സംഘം പുലികളുമായിട്ട് തിരിച്ചു വരണം എന്നുള്ള അങ്ങനെ ഒരു കഥയുണ്ട്. യഥാർത്ഥത്തില് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് സിദ്ധനാണ്, സിദ്ധി നേടിയ ഒരാളാണ്. അപ്പോ അങ്ങനെ സിദ്ധി നേടിയ ആളുകളുടെ ചുറ്റും ക്രൂരമായിട്ടുള്ള ജന്തുക്കൾ പോലും വളരെ സ്നേഹത്തോടെ സഹവർത്തിക്കുന്നു എന്നുള്ളതിന്റെ സിംബോളിക് ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പുലിപ്പുറത്ത് വന്ന് സഞ്ചരിച്ചിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് ചുറ്റും, അദ്ദേഹത്തിന്റെ സമീപത്തൊക്കെ ഹിംസ്ര ജന്തുക്കൾ എന്നെ ക്രൂരത വിട്ട് വളരെ സ്നേഹത്തോടെ സഹവർത്തിത്തോടെ കഴിഞ്ഞതായിട്ട് നമ്മൾക്ക് അനുമാനിക്കാം. ഇതാണ് അതിന്റെ രഹസ്യം. ഇപ്പോ ബുദ്ധിസ്റ്റ് മോങ്സ് ഇതുപോലെ കാടുകളിൽ, ഉൾക്കാടുകളിലൊക്കെയാണ് അവര് ധ്യാനം അനുഷ്ഠിക്കുന്നത്. വളരെ അധികം ഹിംസ്ര ജന്തുക്കളൊക്കെ ഉള്ള പരിസരമായിരിക്കും. പക്ഷെ അവർക്ക് അതിനെ ഭയപ്പെടേണ്ടതില്ല. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞവർക്ക് മാത്രമാണ് അവരെ ഭയപ്പെടേണ്ടതില്ല. കാരണം അവരുടെ സാമീപ്യത്തില് മൃഗങ്ങൾ പോലും അവർക്ക് കീഴ്പ്പെടുന്ന അവസ്ഥയാണ്. ഇപ്പൊ ശ്രീനാരായണ ഗുരു തന്നെ തപസ് അനുഷ്ഠിച്ചിരുന്ന ഭാഗത്ത് ഇതുപോലെ സിംഹവും പുലികളും ഒക്കെ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു, അദ്ദേഹത്തോട് വളരെ സ്നേഹത്തിൽ വർത്തിച്ചിരുന്നു എന്ന് നമ്മൾ വളരെ അടുത്ത കാലത്തുള്ള ചരിത്രമാണ്. അപ്പൊ അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണ്: ഏതൊരുവനിലാണോ അവന്റെ പ്രാണപ്രവാഹം സാധാരണ നിലവിട്ട് വിപരീത ദിശയിൽ മുകളിലേക്കായിരിക്കുന്നത്, ആ അദ്ദേഹത്തിന്റെ ഊർജപ്രവാഹത്തിന്റെ സ്വാധീനത്തിൽ നമ്മളുടെ ഊർജവും അതിന്റെ സ്വാധീനത്തിലാവുന്നത് കൊണ്ടാണ് നമ്മളെല്ലാവരും അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, അങ്ങനെ ആയ ആളുകളിൽ, ആ അവസ്ഥയിൽ എത്തിച്ചേർന്ന ആളുകളിൽ സാധാരണ മനുഷ്യരിലുള്ളതുപോലെ എല്ലാ തരത്തിലുള്ള കാലുഷ്യങ്ങളും അസൂയയും കുശുമ്പും ഇതൊന്നും ഉണ്ടാവില്ല. അവര് മൊത്തത്തിൽ തന്നെ അവര് കാരുണ്യമായിട്ട് മാറിയിട്ടുണ്ട്. അവര് സ്നേഹം മാത്രമായിട്ട് മാറിക്കഴിഞ്ഞു. എറ്റേണൽ ലവ്, ഒരു ഉപാധികളും ഇല്ലാത്ത സ്നേഹമായി, കാരുണ്യമായിട്ട് അവര് മാറിക്കഴിഞ്ഞു. കാരണം അവർ ആ ആനന്ദം അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. സ്നേഹമായിട്ട് അവർ മാറിക്കഴിഞ്ഞു, അവര് ദൈവികത പ്രാപിച്ചു കഴിഞ്ഞു. അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ, കാരുണ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കാരുണ്യത്തെയാണ് നമ്മൾ കൊതിക്കുന്നത്. നമ്മൾ ആരിലേക്കാണ് സാധാരണ അട്രാക്ട് ആവുന്നത്? നമ്മളെ അംഗീകരിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളോട് നമുക്ക് പ്രത്യേക ഒരു അട്രാക്ഷൻ തോന്നും. ഇവർക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, അപ്പോൾ കാരുണ്യം മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ഉപാധികളില്ലാത്ത കാരുണ്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ കാരുണ്യത്തിൽ വീഴാതിരിക്കുക? അങ്ങനെയുള്ള ആ കാരുണ്യത്തിലേക്കുള്ള വീഴ്ചയാണ്, അവരുടെ ആ സ്നേഹത്തിലേക്കുള്ള വീഴ്ചയാണ്, അതിനോടുള്ള ആകർഷണമാണ് നമ്മളെ അവരിലേക്ക് ആകർഷിക്കുന്നത്.